Hello friends, welcome to Nexus Professional Training. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്ന് ആരംഭിക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഓരോ വ്യക്തിയെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. ഈ പാർട്ട്നേഴ്സ് ആദ്യം ആ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന തുകയെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യാം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നെക്സസ് പ്രൊഫഷണൽ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഐ എം അനുപമ സുബിൻ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരത് എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓരോ ഇയർലി ആണ് ലാഭം എല്ലാ കമ്പനിയും കണക്കാക്കുന്നത് അല്ലേ. ഒരു വർഷം കൂടുമ്പോഴാണ് അവർക്ക് ആ വർഷത്തിൻ്റെ ലാഭം അവർ നോക്കുന്നത്. അപ്പം അതിനെയാണ് ലാഭത്തിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾ കാണുന്നതിന് മുൻപ് ഇപ്പം നമ്മളുടെ ചാനലിൻ്റെ ന്യൂ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ പോയി കാണണം. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, ഞാനൊരു 3 പാർട്ട്നേഴ്സിന് എടുത്തിട്ടുണ്ട്. എയും ബിയും സി പറഞ്ഞിട്ടുള്ള 3 പേരാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ ആ ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം നിക്ഷേപിക്കുന്ന തുകയാണ്. അപ്പോൾ അത് എയുടെ തുക IA എന്ന് പറയുന്നതാണ് എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് IB ആണ്, സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് IC ആണ്. അതുപോലെ തന്നെ അവർ എത്ര സമയത്തേക്കാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ടൈം പീരീഡ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. എത്ര കാലത്തേക്കാണ് അവരത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവരുടെ ടൈം പീരീഡ് എന്നാണ് പറയുന്നത്, കാലാവധി. അപ്പോൾ അത് ടൈം പീരീഡ് ഓഫ് എ എന്ന് പറയുന്നത് TA, അതേപോലെ തന്നെ TB, ബിയുടെ സിയുടെ TC ആണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു അത് അവർ എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ IA ഇൻറ്റു TA അതായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയർ. മനസ്സിലായി? അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? IA ഇൻറ്റു TA ഈസ് ടു IB ഇൻറ്റു TB ഈസ് ടു IC ഇൻറ്റു TC. മനസ്സിലായോ? അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരത് എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. അതേപോലെ തന്നെ 2 പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് IA ഇൻറ്റു TA ബൈ IB ഇൻറ്റു TB ഈക്വൽ ടു പ്രോഫിറ്റ് ഓഫ് A ബൈ പ്രോഫിറ്റ് ഓഫ് B. അപ്പോൾ ഇതൊരു ഫോർമുലയായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് എഴുതിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഓരോ പ്രോബ്ലത്തിലും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പ്രീവിയസ്ലി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ ഓരോരുത്തരുടെ ഷെയർ വെച്ചിട്ട് എങ്ങനെയാണ് അവരുടെ ഇൻഡിവിജ്വൽ ഷെയർ റേഷ്യോസിൽ വരുന്ന സമയത്ത് അവരുടെ ഇൻഡിവിജ്വൽ ഷെയർ എന്താണെന്നുള്ളത് പഠിപ്പിച്ചിരുന്നു. ആ ഒരു പാർട്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം ഇത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന പോർഷൻ. ഇത് വളരെ ചെറിയൊരു പോർഷനാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതെല്ലാവരും എഴുതിയെടുക്കുക. നമുക്ക് ഇനി പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A and B started a business together. A invested 5 times the amount invested by B and the time period of A is thrice the time period of B. If B earned a profit of ₹7,000, then profit of A will be. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എയും ബിയും ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? IA എന്ന് പറയുന്നത് എന്താണ്? 5 ഇരട്ടിയാണ്. ബി എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ 5 ഇരട്ടിയാണ് എ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ IA ഈക്വൽ ടു 5 ഇൻറ്റു IB എന്ന് വരും. അതേപോലെ തന്നെ എത്ര കാലത്തേക്കാണ്? ദ ടൈം പീരീഡ് ഓഫ് എ എന്ന് പറയുന്നത് ത്രൈസ് ദ ടൈം പീരീഡ് ഓഫ് ബി. അപ്പം ടൈം പീരീഡ് TA എന്ന് പറയുന്നത് 3 times ദ ടൈം പീരീഡ് ഓഫ് ബി ആണ്. പിന്നെന്താ നമുക്ക് തന്നിരിക്കുന്നത്? ഇഫ് ബി ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് ₹7,000. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? ₹7,000 ആണ് എങ്കിൽ പ്രോഫിറ്റ് ഓഫ് എ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ ഫോർമുല എടുത്ത് കാണിച്ചത്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ആ ഫോർമുല? പ്രോഫിറ്റ് ഓഫ് എ ബൈ പ്രോഫിറ്റ് ഓഫ് ബി ഈക്വൽ ടു IA ഇൻറ്റു ടൈം പീരീഡ് എ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബി ഇൻറ്റു ടൈം പീരീഡ് ഓഫ് ബി IB ഇൻറ്റു TB. അപ്പോൾ ഇതിൽ IA എന്താണ് വന്നിരിക്കുന്നത്? 5IB എന്ന് പറഞ്ഞിരിക്കുന്നു. ടൈം പീരീഡ് ഓഫ് എന്താണ്? 3TB ടൈം പീരീഡ് ഓഫ് ബി. അതേപോലെ തന്നെ IB TB അതേപോലെ തന്നെ എഴുതുക. ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം പീരീഡ് ഓഫ് ബി. അപ്പോൾ ഇതിൽ IB TB ക്യാൻസൽ ചെയ്തു. പ്രോഫിറ്റ് ഓഫ് എ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? അറിയില്ല. PA നമുക്ക് കാണണം. പ്രോഫിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്
7,000 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 5 × 3 × 7,000. അപ്പോൾ എത്ര വരും? 5 3s are 15. 15 × 7 105,000. അപ്പോൾ എത്രയാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒന്നുമില്ല, ഇതിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ നോക്കുക, ഡാറ്റ എടുക്കുക, ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ട്രിക്ക്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കൂ. A and B started a partnership business investing some amount in the ratio 3:5. പിന്നെ എന്തുണ്ടായത്? C joined them after 6 months with an amount equal to that of B. In what proportion should the profit at the end of 1 year be distributed among A, B and C? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എയും ബിയും ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്തായിരുന്നു? 3:5 എന്ന് പറയുന്ന റേഷ്യോയിൽ എ ഡിയും ബി ഡിയും ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 3:5 എന്ന് പറയുന്ന റേഷ്യോയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം സി എന്ന് പറയുന്ന ഒരാൾ ആഫ്റ്റർ 6 months 6 മാസത്തിന് ശേഷം സി ഇവരുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ സി ജോയിൻ ചെയ്യുമ്പം അയാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ബി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുകയുടെ ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് സി എന്ന് പറയുന്ന ആൾ ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. മനസ്സിലായോ? അപ്പം സിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5 തന്നെയാണ്. ബിയുടെ റേഷ്യോ തന്നെയാണ് സിക്ക് വരുന്നതും ഇതിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് പ്രപ്പോർഷനിലാണ് അവസാനം ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് ലാഭം ഷെയർ ചെയ്യണം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് പ്രപ്പോർഷനിലാണ് ഈ ലാഭം എക്കും ബിക്കും സിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ ഫോർമുല എന്തായിരുന്നു? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം. ഇൻവെസ്റ്റ്മെൻറ്റ് അത് എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പം നമ്മളിത് 3യുടെയും 5യുടെയും ഇപ്പം നമ്മൾ റേഷ്യോ തന്നത് കാരണം നമ്മൾ എങ്ങനെ എടുക്കുക? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3K 5K എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം എടുക്കണം. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് 3K 5K എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ആൽഫബറ്റ് എടുത്തിട്ട് അവരുടെ റേഷ്യോ എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ റേഷ്യോ അല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? 3K ഇൻറ്റു എത്ര സമയത്തേക്കാണ്? എയും ബിയും ആ ബിസിനസ് തുടങ്ങുമ്പോൾ മുതൽ അതിലുണ്ട് അല്ലേ? അപ്പം ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? 12 month ആണ് അല്ലേ? അപ്പോൾ 12 month ഈസ് ടു അടുത്തത് എത്രയുടെ? ബിയുടെ റേഷ്യോ 5K ഇൻറ്റു ബിയും 12 month ആണ് അല്ലേ? പക്ഷേ സി എത്രയാണ്? സിയുടെ റേഷ്യോ 5K ആണ്. പക്ഷേ സി എത്ര മാസമാണ്? 6 മാസം കഴിഞ്ഞിട്ടാണ് ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇനിയുള്ള ഒരു 6 മാസത്തിൻ്റെ ലാഭം മാത്രമാണ് സിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എത്രയാണ് വരുന്നത്? സിയുടെ 5K ഇൻറ്റു 6. മനസ്സിലായില്ലേ? ഇത് 12 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് അവരത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 12 × 3. ഇപ്പോൾ ഇതിലെ കെ എല്ലാം കോമൺ ആയത് കാരണം നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എത്ര ഇതിൻ്റെ റേഷ്യോ വരുന്നത്? 2 3s are 6 36 ഈസ് ടു സർട്ടൻ 60 ഈസ് ടു ഇവിടെ 5 6 30. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി വീണ്ടും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇത് നമുക്ക് 60 വെച്ചിട്ട് ചെയ്തുകൂടെ? സിംപ്ലിഫൈ ചെയ്തുകൂടെ? അപ്പം 6:10:5. അപ്പോൾ ഈ റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് അവസാനം ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ നിങ്ങൾ K എന്ന് എടുത്ത് എഴുതിയിട്ടില്ല, ഡയറക്റ്റ് 3 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമ്മളത് ഒരു മെത്തേഡ് പറഞ്ഞു തരുമ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്ന് നിങ്ങളത് ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുമ്പം ഡയറക്റ്റ് ഇതിൽ 3 × 12 5 × 12 ഈ 2 സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, നിയർലി ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇത് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ടൈം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ചോദ്യവും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A started a business with ₹21,000 and is joined afterwards by B with ₹36,000. After how many months did B join if the profits at the end of the year are divided equally? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരുന്നു? I എന്ന് പറയുന്നത് ₹21,000 ആണ് എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനുശേഷം എ ബിയുമായി ചേർന്നു.
ബിയുമായി എത്ര രൂപയ്ക്കാണ് ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 36,000 ആണ്. മനസ്സിലായി? അതിനുശേഷം എ ബിയുമായി ചേർന്നു, ആ ബിസിനസ്സിൽ ചേർന്നു. അപ്പോൾ അതിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? ബിയുടെ 36,000 ആണ്. ആഫ്റ്റർ ഹൗ മെനി മന്ത് did B join if the profits at the end of the year are divided equally? അപ്പം എത്ര മാസത്തിന് ശേഷമാണ് ബി ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്? എന്താണ് തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആനുവലി ഉള്ള പ്രോഫിറ്റ് രണ്ടു പേർക്കും ഷെയർ ചെയ്തത് ഈക്വലി ആയിരുന്നു, രണ്ടു പേർക്കും പ്രോഫിറ്റ് ഷെയർ ചെയ്ത് പോയത്. അങ്ങനെയാണെങ്കിൽ എത്ര മാസത്തിന് ശേഷമാണ് ബി എയുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ചേർന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പി പ്രോഫിറ്റ് രണ്ടുപേരുടെയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ നമുക്ക് 1 എന്ന് എടുക്കാം. അപ്പോൾ 1 ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എ എന്താണ്? 21,000. എത്ര മാസത്തേക്കായിരുന്നു? ഒരു വർഷത്തേക്കാണ്. എ ഫുൾ ടൈം അതിൽ ഉണ്ട്, അല്ലേ? അത് ബൈ ബിയുടെ എത്രയായിരുന്നു? 36,000 ഇൻറ്റു ബിയുടെ എത്രയാണ്, എത്ര മാസം ബി അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, എത്ര മാസത്തിന് ശേഷം ബി ജോയിൻ ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബിയുടെ ടൈം പീരീഡ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ടി ബി രണ്ടുപേരുടെയും പ്രോഫിറ്റ് റേഷ്യോ സെയിമാണ് പറഞ്ഞത് കാരണം നമുക്ക് ഈ ഭാഗം റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് 1 ആയിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റും. ഇനി ഇത് സോൾവ് ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത്? 36 ടി ബി ഈക്വൽ ടു 21 ഇൻറ്റു 12. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി ബി ടൈം പീരീഡ് ഓഫ് ബി എന്താണ്? 21 ഇൻറ്റു 12 ബൈ 36. 12 36ൽ എത്ര വട്ടം? 3. 21ൽ 7. അപ്പോൾ എത്രയാണ്? 7 മന്ത്. അപ്പോൾ ഈ 7 മന്ത് എന്ന് ആൻസർ കിട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് ഓപ്ഷൻ എ എന്ന് ആൻസർ ചെയ്യരുത്. 7 മന്ത് എന്താണ്? ബിയുടെ ടൈം പീരീഡാണ്. മനസ്സിലായോ? 7 മാസമാണ് ബി എയുടെ കൂടെ ബിസിനസ് ചെയ്തത്. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എത്ര മാസത്തിന് ശേഷമാണ് ബി എ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എത്ര മാസത്തിന് ശേഷമാണ് ബി അതിൽ ജോയിൻ ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ എ പറയുന്നത് 12 മന്താണ്, ഒരു വർഷം, അല്ലേ? അപ്പോൾ അതിൽ ബി ആ ബിസിനസ്സിൽ വന്നത് എത്ര മാസമാണ്? 7 മാസം ബി ആ ബിസിനസ്സിൽ പാർട്ട്ണറായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ബി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക? 12 മൈനസ് 7 എത്ര വരുന്നത്? 5. അപ്പം എ ബിസിനസ് തുടങ്ങി 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബി ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5. ഓപ്ഷൻ സി 5 ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം യൂട്യൂബിൽ കാണുന്നതായത് കാരണം നിങ്ങൾക്ക് ഒന്ന് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇതിലെ സ്റ്റെപ്പ് ആദ്യം മുതൽക്ക് കാണാം. അപ്പോൾ അത് പതുക്കെ നോക്കിയതിന് ശേഷം രണ്ടാമത് ഒരു വട്ടം കൂടി വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നോക്കൂ, Nasser invested rupees 3,000 and Narayan invested rupees 4,000 to set up a partnership. In 1 year, they got rupees 2,000 profit. If they split this ratio of their investment, how much would Nasser got? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നാസർ എത്ര ഇൻവെസ്റ്റ് ചെയ്തത്? നാസർ ഇൻവെസ്റ്റ് ചെയ്തത് INA എന്ന് ഇടാം ഞാൻ. എത്രയായിരുന്നു? 3,000 ആണ്. നാരായൺ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? INA എത്രയായിരുന്നു അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്? 4,000 റുപ്പീസ്. 4,000 ആണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,000 രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ അത് അവർ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെയാണ്? ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടി അവർ രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് കൊടുത്തത്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്തായിരുന്നോ അതനുസരിച്ചിട്ടാണ് അവരത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര പൈസയാണ് നാസറിന് ലാഭമായി കിട്ടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, പ്രോഫിറ്റ് നമുക്ക് 2,000 ആണ്. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടുപേരുടെയും 3,000 ഈസ് 4,000 അങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ 0 0. അപ്പോൾ അവരുടെ റേഷ്യോ എത്രയാണ് വരുന്നത്? 3:4 എന്നാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഷെയർ എന്ന് ഒരാളുടെ ഷെയർ. അപ്പോൾ അത് പ്രോഫിറ്റ് ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അപ്പോൾ ആരുടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? നാസറിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. നാസറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ എത്രയാണ്? 3. അപ്പോൾ എത്രയാണ് നോക്കുന്നത്? 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ഇൻറ്റു അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 2,000. അതേ ഇൻറ്റു കിട്ടിയ ലാഭം 2,000 ബൈ ടോട്ടൽ റേഷ്യോ. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ റേഷ്യോ എത്രയാണ് വരുന്നത്? 3 + 4.
അപ്പം ഇതാണ് പ്രോഫിറ്റ് ഷെയർ, അതല്ലെങ്കിൽ ഒരാളുടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫോർമുല ഇതാണ്. അവരുടെ ഇൻഡിവിജ്വലായിട്ട് അയാൾ ചെയ്തിട്ടുള്ള ഷെയർ, ഇൻവെസ്റ്റ്മെൻറ്റിന് അയാളുടെ ഷെയർ എത്രയാണോ ഇൻറ്റു കിട്ടിയ ലാഭം ബൈ അവരുടെ ടോട്ടൽ റേഷ്യോ. മനസ്സിലായോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 3 × 2000 ബൈ 7. അപ്പോൾ എത്രയാണ് വരുന്നത്? 6000 ബൈ 7. 6000 ബൈ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവില്ല. കാരണം 6000 എന്ന് പറയുന്നത് 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതിൽ എന്തിലാണ് പോയിന്റ് വന്നിട്ടുള്ള ആൻസർ വന്നിരിക്കുന്നത്? 857.1. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരിക്കലും നമ്മളത് സോൾവ് ചെയ്ത് നോക്കരുത്. എപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ ഒരു സ്റ്റെപ്പിൽ വന്നോ വേഗം നമ്മൾ ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഇതിൽ വേറെ ഒരു പോയിന്റ് കൂടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേറൊരു ടൈപ്പിൽ ചോദിക്കാം. ചിലപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയർ ഇപ്പോൾ തന്നിട്ട് അതിൽ നിന്നും ഇപ്പോൾ 2000 തന്നിട്ടുണ്ട്. 2000-ൽ നിന്നും 1000 രൂപ അവർ ഒരുമിച്ച് വേറെ എന്തിനെങ്കിലും കാര്യത്തിന് ചിലവാക്കി, അങ്ങനെ ഒരു പോയിന്റ് അതിൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയർ കണക്കാക്കുമ്പോൾ ഈ 2000-ൽ നിന്ന് ഇപ്പോൾ 2000 രൂപ അയാൾ 1000 രൂപ അവർ ഇപ്പം എന്തെങ്കിലും ഓഫീസിലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർ ചിലവാക്കിയെങ്കിൽ അവരുടെ ബാക്കി വരുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും? 2000 അതിന് മൈനസ് 1000, 2000 മൈനസ് 1000 ആണ്. അപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് വരുന്നത് 1000 ആയിരിക്കും. അപ്പം നമ്മൾ ഷെയർ കണക്കാക്കുമ്പോൾ 3 × ഈ 1000 ബാക്കി വരുന്ന പ്രോഫിറ്റ് എന്താണോ അതിലായിരിക്കണം നമ്മൾ അവരുടെ ഷെയർ കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്യുന്നില്ല, നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു 2000 പ്രോഫിറ്റ് അവർക്ക് കിട്ടി, അതിൽ നിന്നും ഇത്ര അവർ വേറെ കാര്യങ്ങൾക്ക് അവർ ഒരുമിച്ച് ചിലവാക്കി എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും ആ പൈസ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അവസാനം ഇവർക്ക് കിട്ടുന്ന ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടുന്നത് എത്ര രൂപയാണ് എന്ന് കണക്കാക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പം ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. ബാക്കി ബേസിക് പ്രോബ്ലംസ് ഇപ്പം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെയൊക്കെ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസാണ് അധികം ചോദിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അത് ചോദിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല നന്നായിട്ട് നോക്കുക. കാര്യങ്ങൾ എന്താണ് ബേസിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഷെയറിങ്ങിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ പ്രീവിയസ് ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം പോവുക. നമ്മുടെ വീഡിയോൻ്റെ താഴെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ എല്ലാം തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം പോയി ആ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളോ പുതിയ ടോപ്പിക്കുകളോ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകുവാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, നമ്മളുടെ പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വഴി ഞങ്ങളുടെ ലൈവ് സെഷനുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് അനുപമ.